ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ ദ ഹോം ഷെഫ്. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തവും എന്നാലും വളരെ എളുപ്പത്തിലും നമ്മുടെ നാടൻ രീതിയിൽ നല്ല പെട്ടെന്ന് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. കേരള സ്റ്റൈൽ നമ്മൾ അത്രയും എളുപ്പത്തിൽ, അതായത് രുചിക്ക് ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ അത്ര ടേസ്റ്റായിട്ട് ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു മൺചട്ടിയാണ് ഇന്ന് വച്ചേക്കുന്നത് അടുപ്പിൽ. അതിന് വേണ്ടിയിട്ട് അതിൽ ഞാൻ ആവശ്യത്തിന് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരുംജീരകം, പട്ട, ഏലക്ക അത് അല്പം കുറേശ്ശെ ഇട്ടു, കറിവേപ്പില ഇട്ടു, അല്പം ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ ഉള്ളിയെല്ലാം ആദ്യം വഴറ്റിയിട്ടാണല്ലോ നമ്മൾ ചിക്കനായാലും മട്ടനായാലും ചേർക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളി ലാസ്റ്റാണ് ചേർക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ രീതിയിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. കുക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ആ വീഡിയോ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഞാൻ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലൊന്ന് കുക്ക് ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കറിയാണ്, കാണാനും അതെ, കഴിക്കാനും അടിപൊളി. ഇനി അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഇനിയാണ് ചേർക്കുന്നത്. ഇത് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വെച്ചിട്ടാണ് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പൊക്കെ ചേർത്തിട്ട് ചിക്കൻ സാധാരണ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ചിക്കൻ ഡയറക്റ്റ് തന്നെ കഴുകിയിട്ട് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വല്ലപ്പോഴൊക്കെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് കറി വയ്ക്കണമെന്ന് തോന്നിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എപ്പോഴും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി തക്കാളി അങ്ങനെ വഴറ്റി പിന്നെ ചിക്കൻ ഇട്ട് വഴറ്റി ഒരേ രീതിയിൽ കറി വയ്ക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് നല്ലതാണ്. ഏത് രീതിയിൽ വെച്ചാലാണ് ടേസ്റ്റ് കൂടുതലെന്ന് നോക്കാമല്ലോ. അത് ഞാൻ ആ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആ ചിക്കൻ അതിലത്തെ കിടന്ന് തന്നെ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനിയാണ് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും സവാളയെല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. ചെറിയ മൺചട്ടി ആയതുകൊണ്ട്, പക്ഷേ ഈ ചിക്കൻ നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും താഴ്ന്ന് അത് ശരിക്കും അങ്ങ് ഈ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ വയ്ക്കുന്ന അളവിനേക്കാളും കുറഞ്ഞിരിക്കും, വെന്ത് വരുമ്പോഴത്തേക്കും കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇത് മതി. 1 കിലോ ചിക്കൻ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ചെറിയ പാത്രം വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സപ്പോർട്ടും ആണ് ഞങ്ങളുടെ ഒരു ഒരു ധൈര്യം, വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനം അതാണ്. 2 ചെറിയ തക്കാളി കൂടെ ചേർത്ത്, ചെറുതാണെങ്കിൽ 2 ചെറിയ തക്കാളി, വലുതാണെങ്കിൽ 1 മതി, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇനിയൊന്ന് അടച്ച് വെച്ച് ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ സവാളയിലും തക്കാളിയിലും എല്ലാം ഉള്ള വെള്ളം ഇതിൽ തന്നെ നന്നായിട്ട് ഗ്രേവി ശരിക്കും വരും. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങനെ അത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചേർക്കാനുള്ള മസാലപ്പൊടി, അതായത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഞാൻ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, അതുപോലെ മുളക് പൊടി കാശ്മീരി മുളകും സാദാ ചില്ലി പൗഡറും 2ഉം ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി എല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനെല്ലാം മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂണും ചേർത്തിട്ട് മറ്റതൊക്കെ 1.5 സ്പൂൺ ചേർത്ത് കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്, അതായത് ഇത് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ പാനിലിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം, ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും. നമുക്ക് കറിയിൽ ചേർക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ.
ഇനി അത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അതിലാവശ്യമുള്ള തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. അതായത് മുളക് പൊടിയൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തത്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ ചിക്കൻ കുക്കായോ എന്ന് നോക്കാം. അതിലേക്ക് നേരത്തെ ഞാൻ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചധികം കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയുടെ ആ ഒരു കൂട്ടം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഈ രീതിയിൽ കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ വലിയ ഉപകാരം, നല്ല സന്തോഷമായിരിക്കും. കാരണം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റും മറ്റു കാര്യങ്ങളും കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഉള്ള താല്പര്യം കൊണ്ടാണ്. ചിക്കൻ കിട്ടുമ്പോൾ വല്ലപ്പോഴും ഇതുപോലൊരു ചേഞ്ചിന് ഇങ്ങനെ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാടിട്ട് നമുക്ക് സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി, ചിക്കനല്ലേ പൊടിഞ്ഞു പോകും. ഒരുപാടിട്ട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്നിങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം കറക്റ്റ് എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റ് ശരിക്കും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ എപ്പോഴും നമുക്കിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പാത്രങ്ങളിൽ ഡയറക്റ്റ് വേവിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും നല്ലതാണ്. ഇങ്ങനെ വേവിച്ചാൽ കുക്കറിൽ പെട്ടെന്ന് ഒരു വിസിൽ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഫൈനലി എൻ്റെ ചിക്കൻ കറക്റ്റായിട്ട് എല്ലാം ആയിട്ടുണ്ട്. ഞാൻ മല്ലിയിലയും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.